നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കേരള തമിഴ്നാട് അതിർത്തിയായ കമ്പംമേട്ടിൽ കാറിനുള്ളിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമളി കമ്പം പാതയിൽ കമ്പംമെട്ടിന് സമീപത്തെ കൃഷിയിടത്തിലാണ് നിർത്തിയിട്ട കാറിനുള്ളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ചത് കോട്ടയം കാഞ്ഞിരത്തമ്മൂട് സ്വദേശികളായ സജി, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കോട്ടയം വാകത്താനത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ. ഇവരെ കാണാനില്ലെന്ന് പരാതിയിൽ വാകത്താനം പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനിടെയാണ് വ്യാഴാഴ്ച രാവിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സജിയുടെ മകൻ അഖിലിന്റെ ഉടമസ്ഥതയിലുള്ള കോട്ടയം രജിസ്ട്രേഷൻ കാറിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അഖിലും പിതാവ് സജിയും കാറിന്റെ മുൻസീറ്റിലായിരുന്നു. പിൻസീറ്റിൽ ഡോറിനോട് ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു മേഴ്സിയുടെ മൃതദേഹം. കാറിന്റെ സമീപത്ത് നിന്നും കീടനാശിനി കുപ്പി ലഭിച്ചു. 3 പേരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് തമിഴ്നാട് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവർക്ക് 3 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കാഞ്ഞിരത്തമ്മൂട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. ഇവർക്ക് അവിടെ തുണിക്കടയുണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യത കാരണം കട പൂട്ടി. പിന്നീട് കുടുംബം തോട്ടക്കാട് വാടക വീട്ടിൽ താമസമാക്കി. 3 ദിവസമായി ഈ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടബാധ്യതയെ തുടർന്ന് ഇവർ നാടുവിട്ടതാണെന്ന് കരുതുന്നു. ഇവരെ കാണാതായതായി പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. ജോർജ് മേഴ്സി ദമ്പതികളുടെ ഇളയ മകൻ നിഖിൽ വർഷങ്ങൾക്ക് മുൻപ് തോട്ടിൽ വീണ് മരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.